ചെങ്കോട്ട സ്ഫോടനത്തെക്കുറിച്ച് വിലയിരുത്താൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. വിവിധ സംസ്ഥാനങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചു. CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം. പുൽവാമ സ്വദേശിയായ ഡോക്ടർ ഉമർ ജോലി ചെയ്ത സ്ഥലങ്ങളിലും പരിശോധന നടത്തുകയാണ്. വിവരങ്ങളുമായി ഗൗതം ആമ്രകുഞ്ചമാണ് ഇപ്പോൾ നാഷണൽ ഡെസ്കിൽ നിന്ന് ചേരുന്നത്. ഗൗതം, ആസൂത്രിതമായ ഒരു ഭീകരാക്രമണം എന്ന നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിച്ചേർന്നിട്ടുണ്ടോ? ഈ ഉന്നതതല യോഗത്തിൽ എന്തൊക്കെ വിലയിരുത്തലുകളാണ് ഉണ്ടായത്? ലക്ഷ്മി, ഉന്നതതല യോഗവുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങളാണ് കടന്നു പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നടന്നത് ആസൂത്രിതമായ ഒരു ആക്രമണമാണ് എന്ന് സംബന്ധിച്ച് ഇപ്പോൾ ഏകദേശം ധാരണയിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് യോഗം വിലയിരുത്തുന്നത്. കാരണം ഈ സ്ഫോടനത്തിന് കാരണമായി കണ്ടെത്തിയിരിക്കുന്നത്, പോലീസിൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് ഫരീദാബാദ് ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച നടപടികളാണ് എന്ന് വ്യക്തമായിട്ടുണ്ട്. അതായത് ഫരീദാബാദിൽ കഴിഞ്ഞ ദിവസം 2900 കിലോഗ്രാമോളം വരുന്ന സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുക്കുകയും ഭീകരവാദ കേന്ദ്രം തകർക്കുകയും ചെയ്തൊരു നടപടി ഉണ്ടായിരുന്നു. ഈ ഭീകരവാദ കേന്ദ്രത്തിൽ ഡൽഹിയിലെ പല സ്ഥലങ്ങളിലും സ്ഫോടനം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടന്നതായിരുന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ വ്യക്തമായിട്ടുള്ളത്. ആ ആസൂത്രണം അല്ലെങ്കിൽ അത്തരത്തിലൊരു ആസൂത്രിതമായ സ്ഫോടനങ്ങൾ നടത്തിയിരുന്നത് അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള ഗൂഢാലോചന നടത്തിയിരുന്നത് ഡോക്ടർമാർ ഉൾപ്പെടുന്ന ഒരു ഭീകരവാദ നെറ്റ്വർക്കാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ആ ഭീകരവാദ നെറ്റ്വർക്കിൽ ഒരു ഡോക്ടർ ഗുജറാത്തിൽ നിന്നും 2 ഡോക്ടർമാർ കഴിഞ്ഞ ദിവസം ഫരീദാബാദിൽ നിന്നുമാണ് പിടിയിലായത്. ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന ആളാണ് ഈ ഉമർ മുഹമ്മദ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇയാളുടെ നേതൃത്വത്തിലാണ് ഈ ഗൂഢാലോചനകൾ നടന്നിരുന്നത്. ഇയാളായിരുന്നു ഇതിൻ്റെ മറ്റ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചിരുന്നത്. തൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന 2 നേതാക്കൾ അവർ പിടിക്കപ്പെട്ടതോടുകൂടി ഇതിൽ പ്രകോപിതനായാണ് ഉമർ മുഹമ്മദ് ഈ കൃത്യം നടത്തിയത്, സ്ഫോടനം നടത്തിയത് എന്നതാണ് പോലീസ് നൽകിയിരിക്കുന്ന വിശദീകരണം. ഇത് ഏകദേശം ശരിവയ്ക്കുന്ന തരത്തിലാണ് യോഗവും വിലയിരുത്തിയിട്ടുള്ളത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിലവിൽ ഈ കേസിൻ്റെ പൂർണ്ണമായ അന്വേഷണ ചുമതല NIA ഏറ്റെടുത്തിരിക്കുകയാണ്. അതായത് ദേശസുരക്ഷയെ സംബന്ധിക്കുന്ന ഗുരുതരമായ പ്രശ്നമായി ഈ വിഷയത്തെ സർക്കാർ കാണുന്നു എന്നതാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ UAPA ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയിരിക്കുന്ന കേസിൽ NIA അന്വേഷണം ഏറ്റെടുത്തുകൊണ്ട് ഇതിൻ്റെ പൂർണ്ണമായ അന്വേഷണ ചുമതലയിലേക്ക് NIA വരുമ്പോൾ അത് ദേശസുരക്ഷയെ ബാധിക്കുന്ന ഗുരുതര വിഷയമായി സർക്കാർ വിലയിരുത്തുന്നു എന്ന് തന്നെയാണ് നമുക്ക് വിലയിരുത്താനാവുക. അത് നേരത്തെ ഡൽഹി പോലീസിൻ്റെ നേതൃത്വത്തിൽ ഡൽഹി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ നടത്തിയിരുന്ന അന്വേഷണമാണെങ്കിൽ ഇതിപ്പോൾ NIA അത് ഏറ്റെടുത്തിരിക്കുന്നു എന്നതാണ് സുപ്രധാനമായ കാര്യം. ഈ NIA അന്വേഷണം പുരോഗമിക്കുമ്പോൾ നിലവിൽ ഇപ്പോൾ പുൽവാമയിലെ ഈ ഡോക്ടർമാരുടെ വീടുകളിലും അതോടൊപ്പം തന്നെ ഇവർ പഠിച്ചിരുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അൽ ഫല യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള യൂണിവേഴ്സിറ്റികൾക്കകത്തും പരിശോധനകൾ നടക്കുകയാണ്. അതിന് പ്രധാനപ്പെട്ട കാര്യം, നിലവിൽ ഈ കാറ് വിറ്റതുമായി ബന്ധപ്പെട്ട്, അതായത് സ്ഫോടനത്തിൽ ഉപയോഗിച്ച കാറ് വിറ്റതുമായി ബന്ധപ്പെട്ട് അവസാനം എത്തി നിൽക്കുന്നത് പുൽവാമ സ്വദേശിയായ താരിഖിലാണ്. ഈ താരിഖിൽ നിന്നാണ് ഉമർ മുഹമ്മദിന് കാർ ലഭിച്ചത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. രണ്ടാമതായി പറയുന്നത്, അത് ഈ പുൽവാമ സ്വദേശികളായിട്ടുള്ള ഡോക്ടർമാരാണ് കഴിഞ്ഞ ദിവസം ഫരീദാബാദിൽ നിന്നും അറസ്റ്റിലായത്. ആ ഡോക്ടർമാരുടെ ബന്ധം എന്താണ്, അവരുടെ കുടുംബ പശ്ചാത്തലം എന്താണ് എന്ന് സംബന്ധിച്ചുള്ള അന്വേഷണവും പുരോഗമിക്കുന്നുണ്ട്. ഇവരുടെ വീടുകളിൽ പരിശോധന നടത്തുകയും മാതാപിതാക്കളെയും അതോടൊപ്പം തന്നെ സഹോദരങ്ങളെയും ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ മുസമ്മിൽ ഷക്കീലിൻ്റെ മാതാവും സഹോദരനും ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലാണുള്ളത്. ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് വ്യക്തമായത് ഷക്കീൽ 4 വർഷം മുൻപ് ഈ വീട് വിട്ടു പോയ ആളാണെന്നും വർഷത്തിൽ 1-2 തവണ മാത്രമാണ് വീട്ടിലെത്താറുള്ളത് എന്നുമാണ് മാതാവ് മാധ്യമങ്ങൾക്ക് നൽകിയിരിക്കുന്ന പ്രതികരണം. ഷക്കീലിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട വാർത്ത തിരിച്ചറിഞ്ഞത് അത് മാധ്യമങ്ങൾ വഴിയാണ്. മകൻ എന്തെങ്കിലും തരത്തിലുള്ള ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നും മാതാവ് മൊഴി നൽകിയിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും തന്നെ അന്വേഷണ സംഘം മുഖവിലയ്ക്ക് എടുത്തിട്ടില്ല. കൃത്യമായ പരിശോധന തുടരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ കാർ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് നിരവധി പേർ ഇതിൽ ലിങ്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നതാണ് പോലീസ് മനസ്സിലാക്കിയിട്ടുള്ളത്. അത് അവരുടെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളും പോലീസ് പരിശോധിക്കും. ലക്ഷ്മി, ഗൗതം ആമ്രകുഞ്ചമാണ് നാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചപ്പോൾ.